കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ ബാക്കി പൊളിച്ചു നീക്കാൻ ശ്രമം തുടരുകയാണ്. വൈകിട്ട് മുതലാണ് വടം കെട്ടി ബാക്കിയുള്ള ഭാഗം പൊളിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. കെ വി രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇതിപ്പം എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? യാത്രക്കാരും ഈ ട്രെയിനിന്റെ ഷെഡ്യൂളിംഗ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. എത്ര സമയം എടുക്കും? ആര്യ, എത്ര സമയം എടുത്ത് ഇത് പൊളിച്ചു നീക്കാൻ കഴിയും എന്നൊന്നും പറയാൻ കഴിയില്ല. 2 തവണ ഏതായാലും ഈ വടം കെട്ടി അത് വലിച്ച് താഴ്ഭാഗത്തേക്ക് ഇടാനുള്ള ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 2 തവണയായി ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഈ പൊളിച്ചു മാറ്റേണ്ടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാകും. പൊളിച്ചു മാറ്റേണ്ടുന്ന ടവറിന്റെ ബാക്കിയുള്ള ഭാഗത്ത് വടം കെട്ടി 2 വടങ്ങളാണ് കെട്ടിയത്. പിന്നീട് താഴെ മണ്ണുമാന്തി യന്ത്രത്തിലേക്ക് അത് യോജിപ്പിച്ച് വലിച്ചു. അങ്ങനെ വലിച്ച് താഴ്ഭാഗത്തേക്ക് ഇടാൻ 2 തവണ ശ്രമിച്ചു. അത് രണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യവും അതേപോലെ തന്നെ ചെയ്യാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നു വരുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായി ഏകോപിപ്പിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഒക്കെ തന്നെയുണ്ട്. ഒപ്പം സഹായത്തിന് വേണ്ടി വളണ്ടിയർമാരുടെ ഒരു സേവനവും അവർ TDRFിൻ്റെ സേവനവും ഒക്കെ തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ക്ലോക്ക് ടവർ ഇടിഞ്ഞുള്ള അപകടത്തിന് പിന്നാലെ തന്നെ ട്രെയിൻ ഗതാഗതം താറുമാറായതാണ്. അതിലും രൂക്ഷമായൊരവസ്ഥ നിലവിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ആ അപകടത്തിന് ശേഷം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 1ാം പ്ലാറ്റ്ഫോം ട്രാക്കിലൂടെയുള്ള റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും അതും പൂർണ്ണമായും ഇല്ലാതെ 1ാം 4ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് നിലവിൽ ട്രെയിനുകൾ കടന്നു പോകുന്നത് എന്നതാണ്. ഏതായാലും എപ്പോഴത്തേക്ക് പൂർത്തിയാക്കും എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ കൂടിയാണ്. ഒപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കൂടുതലായി പോകുന്ന സമയത്ത് നേരത്തെ വീണ ആ ഭാഗത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തിട്ടില്ല. വൈദ്യുത ലൈൻ തകർന്നിരുന്നു. അതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അഴിച്ചു മാറ്റിയിട്ടുള്ളത്. ഏതായാലും വീണ്ടും ഒരു ശ്രമം തുടരുകയാണ്. ഏതായാലും ഈ 1ാമത്തെ പ്ലാറ്റ്ഫോം 2ഉം 3ഉം നേരത്തെ തന്നെ പൂർണ്ണമായും പ്രവേശനമടക്കം നിരോധിച്ചതാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് മംഗലാപുരം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഒക്കെ തന്നെയുള്ള റെയിൽ ഗതാഗതം നിലവിൽ സാധ്യമാകുന്നത് എന്ന് തന്നെയാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നിലവിൽ യാത്രക്കാരെ അടക്കം ഈ മേഖലയിൽ പ്രവേശിപ്പിക്കാതെ നിയന്ത്രിച്ച് നിർത്തിയാണ് ഇങ്ങനെ ഒരു ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമവും നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികമായി ഈ ശ്രമം ആരംഭിച്ചിട്ട് എന്നുകൂടിയാണ്. രണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും വീണ്ടും വടം കെട്ടി അത്തരത്തിലുള്ളൊരു ശ്രമം തന്നെയാണ് 3ാമതായി നടത്താൻ പോകുന്നത്. ആര്യ, ശരി.